ലെയർ ചപ്പാത്തിയുടെ കൂടെ മുട്ട ബുർജിയും കൂടെ വെച്ച് ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ലൊരു വെറൈറ്റി കോമ്പിനേഷനാണ് ഈ അടുക്കടുക്ക് ചപ്പാത്തിയും ഈ മുട്ട ബുർജിയും കൂടെ വെച്ച് കഴിക്കുന്ന ആ ഒരു സുഖം ആലോചിച്ചാൽ തന്നെ നാക്കിൽ വെള്ളം വരികയാണ്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കടുക് താളിച്ചിട്ട് ഒരു 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തുണ്ട് ഇഞ്ചിയും ഒരു 7-8 പല്ല് വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൊടി, നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഒരല്പം ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് ഒരു തോരൻ്റെ പരുവത്തിലൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട ബുർജി റെഡിയാണ്. സാധാരണ പോലെ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരു ചപ്പാത്തി പരത്തിയതിന് ശേഷം ചപ്പാത്തിയുടെ അകത്ത് ഒരല്പം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിന് മുകളിലും ഒരല്പം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് അതിന് മുകളിലും ഒരല്പം മയം പുരട്ടിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പരത്തി എടുത്തിട്ട് വരിക. ഒരു കല്ലടുപ്പിൽ വെച്ചതിന് ശേഷം സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ തിരിച്ചും മറിച്ചു വിട്ട് നല്ല പൊള്ളി വരും. നന്നായിട്ട് ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള, വളരെ സോഫ്റ്റാണ് കേട്ടോ, തുണി പോലെയാണ് ഈ ചപ്പാത്തി ഇരിക്കുന്നത്. നല്ല അടുക്കുകളുള്ള ലെയർ ചപ്പാത്തി റെഡിയാണ്. ഈ മുട്ട ബുർജി 4 പേർക്ക് കഴിക്കാനുള്ള അളവാണ്. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കയറി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഈ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ മുട്ട ബുർജിയും ഈ അടുക്ക് ചപ്പാത്തിയും കൂടെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കണേ.